വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഫൈസൽ ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊട്ടാരക്കര വരെ പോവുകയാണ്. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആർ.ടി. ഓഫീസിൽ. അതിനുശേഷം നമ്മൾ 2 ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോവുകയാണ്. മീൻപിടിപ്പാറ എന്ന് പറയുന്ന പാറയുണ്ട് കൊട്ടാരക്കര. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം. അതുപോലെ തന്നെ വേറൊരു പാറയുണ്ട്, ആയിരവല്ലിപ്പാറ. ഈ 2 സ്ഥലത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി നിങ്ങളൊന്ന് അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗേയ്സ്, നമ്മളപ്പോൾ കൊട്ടാരക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് ദൂരം കൂടി മാത്രം നമുക്ക് പോയാൽ മതി. റോഡിലൊന്നും വലിയ തിരക്കൊന്നും നമ്മൾ കാണുന്നില്ല. കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഗെയ്സ്, അപ്പം നമ്മൾ കൊട്ടാരക്കര ആർ.ടി. ഓഫീസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ആർ.ടി. ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ്റെ 2ാം നിലയിലാണ്. ഇപ്പോൾ മുമ്പാണെങ്കിൽ ചന്തമുക്കിലായിരുന്നു ആർ.ടി. ഓഫീസ്. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പേ വന്നവർക്കൊക്കെ അതൊരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇനി വരുന്നവരൊക്കെ ആണെങ്കിൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ്റെ 2ാം നിലയിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടെ ചെയ്യാൻ 2-3 കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് പോകാം. ഗേയ്സ്, നമ്മളിപ്പോൾ കൊട്ടാരക്കര ട്രാഫിക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പത്തനാപുരം റോഡിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരമാണ് അവിടം വരെ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് വലത്തേക്കാണ് പോവേണ്ടത്. ഒരു കോളേജിൻ്റെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഗേയ്സ്, നമ്മളിപ്പോൾ കോളേജിൻ്റെ ഗേറ്റ് ലെഫ്റ്റിലേക്ക് തിരിയാണ്. അത് കഴിഞ്ഞ് 100 മീറ്റർ കഴിയുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. ഗേയ്സ്, നമ്മൾ റൈറ്റ് ഒരു 100 മീറ്റർ വരിക. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോവേണ്ടത്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആർച്ചും കാര്യങ്ങളൊക്കെ കാണാം. താഴോട്ട് നല്ലൊരു കുത്തനൊരു ഇറക്കമുണ്ട്, തിരിച്ചൊരു വലിയ കയറ്റവും ഉണ്ട്. ഓക്കെ ഗേയ്സ്. ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പണി നടക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് ഇവിടെ ആൾ കുറവാണ്. ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 പേരൊക്കെ ഇവിടെ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗേയ്സ്, ഇവിടെ വരുന്നവർ ഒരു ജോഡി ഡ്രസ്സും കൂടി കരുതുക. നല്ല രസമാണ് ഇവിടെ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പം നിങ്ങൾ ഡ്രസ്സ് മസ്റ്റായിട്ട് എടുക്കുക, കാരണം അത്രയും നല്ല രസമാണ്. കൊട്ടാരക്കര വരുന്നവരൊക്കെ ഒരു ജോഡി ഡ്രസ്സുമായിട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഗേയ്സ്, ഇവിടെ നല്ല വെയിലുണ്ട്. ഈ ടൈമിൽ ഇവിടെ നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. ഉച്ച ടൈമായി. ഇവിടെ വരുന്നവർക്ക് നല്ലപോലെ 2-3 മണിക്കൂർ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരിക. എനിക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. ഇതുപോലെ സ്ഥലത്ത് പോയി കുളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. കൊറോണ ടൈമൊക്കെയാണ്. അപ്പോൾ ആർക്കാണ് കൊറോണ എന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് പേര് വന്ന് കുളിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇവിടെ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ പോയാൽ ഞാൻ എന്തായാലും കുളിക്കാതെ പോകുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. ഇനി നമ്മൾ പിന്നെ ഒരു ദിവസം വരും. പിന്നീട് ഇവിടെ പറയാനുള്ളതെന്ന് ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 3-4 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഇവിടെ പണിയൊക്കെ തീർന്ന് ചിലപ്പോൾ ഇവിടെ എൻട്രി ഫീസൊക്കെ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നല്ല എൻജോയ്മെൻറ്റൊക്കെ ആയിരിക്കും. എൻട്രി ഫീസ് വലിയ തുകയൊന്നും ആയിരിക്കില്ല, ചെറിയ തുക വല്ലതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻജോയ്മെൻറ്റ് കിട്ടും. ഈ ടൈമിൽ വരണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഈ കൊറോണ ടൈം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ വരിക, എൻജോയ് ചെയ്യുക, പൊളിക്കുക. ഇവിടെ വരാനാണെങ്കിൽ ബസ് സൗകര്യമൊന്നുമില്ല. പിന്നെ നടന്നു വരാനാണെങ്കിൽ നല്ല ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈക്കിലോ കാറിലോ ഒക്കെ വരിക. ഇത്രയൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ വേറൊരു സ്ഥലത്തെയും കൂടെ പരിചയപ്പെടുത്തി തരാം.
ഗെയ്സ് നമ്മൾ അടുത്തതായി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആയിരവള്ളി പാറയാണ്. അത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം റോഡിലേക്ക് പോകുമ്പോൾ ഇഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന 1 കിലോമീറ്റർ അവിടെയാണ് ഈ ആയിരവള്ളി പാറ. ഇവിടുത്തെ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പാറയാണ്, 2 വലിയ പാറയാണ്. ഇപ്പോൾ ഒന്ന് ഇതാണ്, ഒന്നില്ല കാണുന്നതാണ്. പിന്നീട് ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയൊന്നും ആയിട്ടില്ല, എങ്കിൽ പോലും ഇതെല്ലാവരും അറിയപ്പെടുന്ന പാറയാണ്. ഇവിടെ വരുന്നവർ രാവിലെയോ വൈകുന്നേരം വരിക, ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന റിസ്ക് എടുത്ത് വേണം വരാൻ. എന്ന് വെച്ചാൽ നല്ല വഴിയൊന്നുമില്ല. അപ്പോൾ കയറി വരാൻ തന്നെ കൈപ്പടി അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ആയിരിക്കും നിങ്ങൾ കയറി വരേണ്ടത്. പിന്നീട് വരുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ മുകളിൽ കാണാനൊക്കെ. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വഴിയൊന്നുമില്ല, നല്ല വഴിയൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. കൊട്ടാരക്കര ടൗണും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. അവിടുത്തെ കോളേജും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ പക്ഷേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കയറുക, അപ്പോൾ നിങ്ങൾ കാണുക, ഓക്കെ, എൻജോയ്മെൻറ്റ് ചെയ്യുക. ഗെയ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, വെയിറ്റ് ഫോർ ഇറ്റ്.